ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പരിപ്പ് വട എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ദിസ് ഈസ് ഐശ്വര്യ. വെൽക്കം ടു ടേസ്റ്റ് വിത്ത് ഐസ്. പരിപ്പ് വടയ്ക്ക് ആവശ്യമായ 2 കപ്പ് തുവരപ്പരിപ്പ് അല്ലെങ്കിൽ വടപ്പരിപ്പ് ഒരു 3 മണിക്കൂർ കഴുകിയതിന് ശേഷം കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. വെള്ളമെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചതച്ചെടുക്കാം. ഇതിൽ നിന്ന് 1 സ്പൂൺ പരിപ്പ് മാറ്റി വെച്ചിട്ട് വേണം ബാക്കി ചതച്ചെടുക്കാനായിട്ട്. വെള്ളമൊന്നും ചേർക്കാതെ വേണം ചതയ്ക്കാനായിട്ട്. പാകമറിയാനായി ചതച്ച് വെച്ചിരിക്കുന്നത് നന്നായി ഉരുട്ടി നോക്കണം. അപ്പോൾ കയ്യിലൊന്നും ഒട്ടാതെ പൊട്ടി വരാതെയും ഉരുട്ടിയെടുക്കാവുന്ന പരുവം. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്നത് പരുവമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞത്, 4 വറ്റൽമുളക് അരിഞ്ഞത്, ചെറിയൊരു കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത്, 1 സവോള കൊത്തി അരിഞ്ഞത്, 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ കായപ്പൊടി. ഇത്രയും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഉരുട്ടിയെടുക്കാനായിട്ട് ഒരു വെള്ളത്തിൽ കൈയൊന്ന് മുക്കിയതിന് ശേഷം ചെറിയ ഉരുളകളാക്കി അടുത്ത കൈ വെച്ച് ഒന്ന് പ്രസ് ചെയ്താൽ മതി. സൈഡൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. ശേഷം ഒരു പാത്രം വയ്ക്കാം. വറുത്ത് കോരുവാൻ ആവശ്യമായ എണ്ണ ചേർക്കാം. ഞാനിവിടെ റിഫൈൻഡ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ പരത്തി വെച്ചിരിക്കുന്നത് ഓരോ പരിപ്പ് വടയും ചേർത്ത് കൊടുക്കാം. ഒരു സൈഡ് നന്നായി മൂത്ത് വന്നു കഴിഞ്ഞിട്ട് മാത്രം തിരിച്ചിടാവൂ, ഇല്ലെങ്കിൽ പൊട്ടിപ്പോകും. ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വേണം വേവിക്കാനായിട്ട്, ഇല്ലെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് മൊരിഞ്ഞും ഉൾഭാഗം വേവാതെയും വരും. ഇങ്ങനെ ചെറിയ തീയിൽ ഒരു 2 ഭാഗവും പതുക്കെ മൊരിച്ചെടുത്താൽ നന്നായിട്ട് മൊരിഞ്ഞ് വരികയും ചെയ്യും, ഉൾഭാഗം നന്നായി വെന്ത് വരികയും ചെയ്യും. ഇങ്ങനെ നമുക്ക് എല്ലാം ഒന്ന് വറുത്ത് കോരി മാറ്റിയെടുക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. അതുപോലെ നല്ല രുചികരമായ ഒരു പരിപ്പ് വടയാണിത്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പരിപ്പ് വട തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരെ ബായ്.